എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 13ഉം 14ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 13ാമത്തേതിൽ ഉപജാതിവൃത്തവും 14ാമത്തേതിൽ ഉപേന്ദ്രവജ്രവൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ബലരാമൻ്റെ വിവാഹവും അതിനുശേഷം ശ്രീകൃഷ്ണൻ്റെ വിവാഹത്തിലേക്കുള്ള പ്രവേശം, ആ വിഷയമൊന്നും വരുന്നില്ല. അതിലേക്കുള്ള ഒരു തുടക്കം വയ്ക്കുകയാണ് ചെയ്യുന്നത്. നമുക്കാദ്യം 13ാമത്തെ ശ്ലോകം നോക്കാം. നദന്മൃദംഗശ്രുതിശംഖശബ്ദോ നൃത്യന്നടോ നിർവൃതചാടുകാര മഹോത്സവോ രാമവിവാഹജന്മ വ്യാജൃംഭതാനന്ദനിമഗ്നലോക. ആദ്യം പദച്ഛേദം പറയാം. നദന്മൃദംഗശ്രുതിശംഖശബ്ദ നൃത്യന്നട നിർവൃതചാടുകാര മഹോത്സവ രാമവിവാഹജന്മ വ്യാജൃംഭത ആനന്ദനിമഗ്നലോക. ഇവിടെ ബലരാമൻ്റെ വിവാഹത്തിൻ്റെ ഘോഷങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞു തുടങ്ങുന്നത്. നദൻ മൃദംഗശ്രുതി ശംഖശബ്ദ. ശംഖം എന്നാണ് സംസ്കൃതത്തിൽ. വീണ്ടും ഒരു ചെറിയ തെറ്റ്, കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. ശംഖരവ എന്നത് എഴുതിയതുപോലെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ രവ അല്ല, അത് ഖ എന്നുള്ള അക്ഷരമാണ്. ശംഖം എന്നാണ് ഉദ്ദേശിക്കുന്നത് കവി. ഇതും ചെറിയ ടൈപ്പ് ചെയ്തു പോകുന്നതായ ചെറിയ തെറ്റാണ്. ഇവിടെ പറയാണ് നദൻ മൃദംഗ ശ്രുതി ശംഖശബ്ദ. നദൻ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നതായ മൃദംഗ ശ്രുതി ശംഖം, മൃദംഗത്തിൻ്റെ ശബ്ദം മൃദംഗശ്രുതി, അതുപോലെ അതാണ് നദൻ മൃദംഗം. അതുപോലെ തന്നെ ശംഖ ശബ്ദവും കേൾക്കാനുണ്ട്. മൃദംഗത്തിൻ്റെ നാദം വളരെ ലയിപ്പിക്കുന്നതായ, എല്ലാവരുടെ മനസ്സിനെയും സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള ഒരു നാദമാണ്. ശംഖിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് സാധാരണ ക്ഷേത്രങ്ങളിലാണ് ശംഖ് ഊതുക, ശംഖിൻ്റെ ആ ഒരു വിളിക്കൽ, ശംഖ് വിളിക്കലൊക്കെ നടത്തുന്നത് ദേവാലയങ്ങളിലാണ്. പക്ഷെ ചില സമയങ്ങളിൽ മംഗളദൂര്യഘോഷമായിട്ട് ശംഖ് ഉപയോഗിക്കാറുണ്ട്. ചില വിവാഹ സമയങ്ങളിൽ അല്ലെങ്കിൽ രാജാക്കന്മാർ അഭിഷിക്തരാകുമ്പോൾ ഏതെങ്കിലും വിശിഷ്ട വ്യക്തികളുടെ വരവിലൊക്കെ ശംഖ് വിളിക്കുക, ശംഖ് ഊതുക എന്നുള്ള ചടങ്ങ് നടത്താറുണ്ട്. അതൊരു മംഗളകാരിയായിട്ടുള്ളൊരു ചടങ്ങാണ്. അതുപോലെ ഇവിടെ ബലരാമൻ്റെ വിവാഹത്തിലും ശംഖിൻ്റെ നാദം കേൾക്കാറായി. ആദ്യം മൃദംഗത്തിൻ്റെ ശ്രുതി കേട്ടു. നദൻ മൃദംഗശ്രുതി ശംഖശബ്ദം, ഇതൊക്കെ ഒരുമിച്ച് കേൾക്കാറായി. മൃദംഗത്തിൻ്റെ നാദങ്ങൾ, മൃദംഗം എന്ന് പറയുന്നത് കൊണ്ട് കേവലം മൃദംഗമൊന്നുമല്ല, പണവം, ദർദുരം തുടങ്ങിയിട്ടുള്ളതായ അടിച്ചു വായിക്കുന്ന എല്ലാ അവനദ്ധവാദ്യങ്ങളുടെയും ശബ്ദങ്ങൾ, പെരുമ്പറ പോലെയുള്ളതിൻ്റെ ശബ്ദങ്ങൾ, ശംഖ് വിളിക്കുന്നതിൻ്റെ നാദം, അതൊക്കെ കേൾക്കാറായി. അതുപോലെ നൃത്യം നടന്മാർ നൃത്തം ചെയ്യുന്നു, നാടകം ചെയ്യുന്നു. അതുപോലെ തന്നെ അവരെ കൊണ്ട് എന്തെല്ലാം സാധാരണക്കാരെ അല്ലെങ്കിൽ രാജാക്കന്മാരെ, ശ്രീകൃഷ്ണനെയും ബലരാമനെയും യാദവന്മാരെയും ഒക്കെ സന്തോഷിപ്പിക്കാൻ, ആനന്ദിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നടന്മാർ ചെയ്തുകൊണ്ടിരുന്നു. അതാണ് നൃത്യം നൃത്തം ചെയ്യുന്ന നടന്മാരോട് കൂടിയതും. അതുപോലെ നിർവൃത ചാടുകാര. നിർവൃതന്മാരെന്ന് പറഞ്ഞാൽ സുഖിതന്മാർ, സുഖിച്ചിരിക്കുന്നവർ. ആരാണ് സുഖിച്ച് അല്ലെങ്കിൽ ആസ്വദിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്? ചാടുകാരന്മാർ. ചാടു എന്നുള്ളതിന് സുന്ദരമായിട്ടുള്ള പദ്യങ്ങൾ, ആ പദ്യങ്ങൾ എഴുതുന്നവരെയാണ് ചാടുകാരന്മാരെന്ന് പറയുക. അതല്ലെങ്കിൽ അഭിനയിക്കുക, ഈ ചെറിയ ശ്ലോകങ്ങൾ അതിൻ്റെ അർത്ഥം അഭിനയിക്കുക, അപ്പോൾ കാവ്യങ്ങൾ എഴുതുക, സമസ്യകൾ പൂരണം ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരെയാണ് ചാടുകാരന്മാരെന്ന് പറയുക. അങ്ങനെ അവരുടെയും സന്തോഷം, അവർക്കും നല്ല നിർവൃതി ലഭിച്ചു. അങ്ങനെ നടന്മാർക്ക് സന്തോഷം ഉണ്ടായി. കലാകാരന്മാർ അല്ലെങ്കിൽ വാദകന്മാർ ശംഖും മൃദംഗവുമൊക്കെ വാദനം ചെയ്തു. അങ്ങനെ എല്ലാം കൂടിയിട്ട് നല്ലൊരു മേളമായിരുന്നു ബലരാമൻ്റെ വിവാഹം. അതൊക്കെ ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് നടന്നിരിക്കുന്നത്. അങ്ങനെ ആനന്ദ നിമഗ്നലോക, ആ ദ്വാരകയിലെ ജനങ്ങൾ മുഴുവനും ആനന്ദത്തിൽ ഇങ്ങനെ ആറാടി. അങ്ങനെയാണ് ബലരാമൻ്റെ വിവാഹം ഉണ്ടായത്. ആനന്ദത്തിൽ ആറാടി നടക്കുന്ന യാദവന്മാരെ, പ്രജകൾ, അങ്ങനെ എല്ലാവരോടും കൂടി ചേർന്നുകൊണ്ട് രാമവിവാഹജന്മ മഹോത്സവ, രാമൻ്റെ വിവാഹത്തോടനുബന്ധിച്ചുള്ളതായ മഹാ ഉത്സവം, വലിയൊരു വിവാഹത്തിനെ വലിയൊരു ഉത്സവമായിട്ടാണ് കൊണ്ടാടിയത്. അത് വ്യാജൃംഭത, അത് വിജൃംഭിച്ചു, അത് വർദ്ധിച്ചു, പ്രവൃദ്ധ എന്നർത്ഥം. എല്ലാ ദിക്കിലും അതിൻ്റെ മാറ്റൊലികൾ കേൾക്കുമാറായി.
ബലരാമൻ്റെ വിവാഹമായി, രേവതിയെയാണ് ബലരാമൻ വിവാഹം കഴിക്കുന്നത് തുടങ്ങിയിട്ടുള്ള വാർത്തകളും അതിൻ്റെ മംഗല്യ തൂര്യഘോഷങ്ങളുമൊക്കെ എല്ലായിടത്തും, ദ്വാരകയിൽ മുഴുവനും എന്നല്ല ലോകത്തിലെല്ലായിടത്തും അത് പ്രസിദ്ധമായി. എല്ലാവർക്കും അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാനും സാധിച്ചു. എല്ലാവരും അതിൽ ഉൾക്കൊണ്ടു, പങ്കുകൊണ്ടു. അങ്ങനെ വിവാഹം ഗംഭീരമായിട്ട് നടന്നു. അതാണ് വിജൃംഭിച്ചു എന്നൊക്കെ പറയണത്. ഏറ്റവും അതിൻ്റെ മാക്സിമം ലെവലിലെത്തി എന്നർത്ഥം അതിൻ്റെ ആഘോഷങ്ങൾ. അതിനുശേഷം എന്താണ് ഉണ്ടായതെന്നാണ് അടുത്തതായിട്ട് പറയണത്. നമുക്ക് 14ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ക്രമേണ തസ്മിൻ വിരതിം പ്രയാതേ മഹോത്സവേ മാനിത വിപ്രലോകേ കഥാചിദേകാന്തസുഖോപവിഷ്ടം പ്രണമ്യ കൃഷ്ണം പുരുഷോ ബഭാഷേ. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. ക്രമേണ തസ്മിൻ വിരതിം പ്രയാതേ മഹോത്സവേ മാനിത വിപ്രലോകേ കഥാചിത് ഏകാന്തസുഖോപവിഷ്ടം പ്രണമ്യ കൃഷ്ണം പുരുഷ ബഭാഷേ. പദച്ഛേദമൊന്നും അധികം ചെയ്യാനില്ല, എന്നാലും ഒരു പദപരിചയമാണ് നടത്തിയത്. ഇങ്ങനെ പദങ്ങൾ ഏതാണെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അന്വയം കണ്ടുപിടിക്കാനും സാധിക്കും. അതിനു വേണ്ടിയിട്ട് ആദ്യം പദങ്ങളെ തിരിച്ചറിയാണ് വേണ്ടത്. നാമങ്ങളാണോ, ക്രിയയാണോ, ഉപസർഗങ്ങളുണ്ടോ, നിപാതങ്ങളാണോ തുടങ്ങിയിട്ടുള്ളതൊക്കെ നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ പദങ്ങൾ മുറിച്ചാൽ മാത്രമേ, സന്ധി മുറിക്കാൻ പറ്റിയാൽ അത് ഭാഷയുടെ ഒരു ഭാഷ തിരിച്ചറിയുക, പദപ്രയോഗങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതിൻ്റെ ഒരു ആദ്യത്തെ ഘട്ടം തന്നെയാണ്. അതിനാണ് എല്ലാ ശ്ലോകത്തിൻ്റെ കൂടെയും പദങ്ങൾ പിരിച്ചു പറയണത്. എങ്ങനെയാണ് പദം പിരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിലും പലപ്പോഴും സംശയം ഉണ്ടാവാം. ഏതക്ഷരങ്ങൾ ഏതിൻ്റെ കൂടെ, മുൻപ് പറഞ്ഞ പദത്തിൻ്റെ കൂടെയാണോ പിന്നീട് പറയുന്ന പദത്തിൻ്റെ കൂടെയാണോ അക്ഷരങ്ങൾ പോവേണ്ടത് എന്നുള്ളതുമൊക്കെ വ്യക്തമാവാൻ വേണ്ടിയിട്ടാണ് പദച്ഛേദം അല്ലെങ്കിൽ പദപരിചയം നമ്മൾ നടത്തുന്നത്. ഇനി ബലരാമൻ്റെ വിവാഹം കഴിഞ്ഞു. അതിനെ തുടർന്ന് എന്താണെന്നുള്ളത് പറയാണ്. ക്രമേണ, ക്രമപ്രകാരം, അതായത് ഇങ്ങനെ അതിൻ്റെ ആഘോഷം 1-2 ദിവസമൊന്നുമല്ല, കുറേ അധികം കാലം തന്നെ ബലരാമൻ്റെ വിവാഹ ആഘോഷങ്ങൾ കൊണ്ടാടപ്പെട്ടു. അങ്ങനെ ക്രമേണ മാനിത വിപ്രലോകേ തസ്മിൻ മഹോത്സവേ. മാനിത വിപ്രലോകം, വിപ്രലോകം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരാണ്. ബ്രാഹ്മണരെയൊക്കെ വേണ്ടതുപോലെ തന്നെ ആദരിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്തു. അതാണ് മാനിത വിപ്രലോകേ എന്ന് പറഞ്ഞത്. അവിടെ ദക്ഷിണയും ദാനവും ഭോജനവുമൊക്കെ നൽകിക്കൊണ്ട് ബ്രാഹ്മണരെ വേണ്ടതുപോലെയൊക്കെ ആദരിച്ചതായ ആ മഹോത്സവത്തിൽ ഒന്നിനൊരു കുറവ് വന്നില്ല. അതായത് ബ്രാഹ്മണരുടെ കാര്യം എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. മറ്റെല്ലാ തരക്കാർക്കും, എല്ലാ വർണ്ണങ്ങളിലുള്ളവർക്കും, എല്ലാ ആശ്രമങ്ങളിലുള്ളവർക്കുമൊക്കെ പരിഗണന ലഭിച്ചതായ, എല്ലാവർക്കും തൃപ്തി വന്നതായ ആ മഹോത്സവത്തിൽ, ആ മഹോത്സവം വിരതിം പ്രയാതേ, സതിസപ്തമിയാണ്. ആ മഹോത്സവം തീർന്നപ്പോൾ, വിരതി വിരാമം, വിരാമത്തെ പ്രാപിച്ചപ്പോൾ, കഥാചിത് ഒരിക്കൽ, പുരുഷ, കഥാചിത് പുരുഷ, പുരുഷ എന്ന് പറയുന്നത് ഒരാളെന്നാണ്. ഏതൊരാളെന്നല്ല, ശ്രീകൃഷ്ണന് പരിചയമുള്ള ഒരാളാണ്. കശ്ചന പുരുഷ, അവിടുത്തെ ചാരന്മാരോ അല്ലെങ്കിൽ അവിടുത്തെ ദ്വാരപാലകരോ അങ്ങനെയൊക്കെയുള്ള ആരോ ഒരാൾ, ഇന്ന ആളെന്നൊന്നും പറയണില്ല, ഒരാൾ എന്നുള്ള അർത്ഥത്തിൽ പുരുഷ എന്ന് പറഞ്ഞു. ഏകാന്ത സുഖോപവിഷ്ടം കൃഷ്ണം പ്രണമ്യ ബഭാഷേ. ഏകാന്ത സുഖ ഉപവിഷ്ടം, ഒറ്റയ്ക്ക് സുഖമായിട്ട് അങ്ങനെ ഇരിക്കുന്നവനായ കൃഷ്ണൻ്റെ അടുത്തേക്ക് വന്നു. സാധാരണ ശ്രീകൃഷ്ണൻ ഇരിക്കുമ്പോൾ അവിടെ ബലഭദ്രരും ഉദ്ധവരും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ബലഭദ്രരുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നെ ശ്രീകൃഷ്ണൻ ഒറ്റയ്ക്കാണ്. ഇടയ്ക്ക് കൂടെ കൂടില്ല എന്നല്ല, പക്ഷേ ബലരാമൻ അപ്പോഴേക്കും കുടുംബമായല്ലോ, അപ്പോൾ കുടുംബകാര്യങ്ങളും നോക്കണം. അപ്പോൾ എല്ലാ സമയത്തും ശ്രീകൃഷ്ണൻ്റെ കൂടെ ഇരിക്കാൻ പറ്റാറില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാജ്യഭരണങ്ങൾ അല്ലെങ്കിൽ രാജ്യകാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്കൊക്കെ കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് ഒറ്റയ്ക്കിരുന്ന്, കടലൊക്കെ അല്ലേ, കടലിൻ്റെ തീരത്തൊക്കെയാണല്ലോ, ഇരുന്ന് കാറ്റുകൊണ്ട് സുഖമായിട്ട് വിശ്രമിക്കുകയായിരുന്ന കൃഷ്ണൻ്റെ അടുത്തേക്ക്, അതാണ് ഏകാന്തം, ഒറ്റയ്ക്ക് ആരും കൂടെ ഇല്ലാതെ, അതൊരു രസമാണ്. ഒറ്റയ്ക്ക് സ്വയം ഇഷ്ടത്തിനനുസരിച്ച് ഇരിക്കുക വെച്ചാൽ സുഖമാണ്, ഒറ്റപ്പെടുത്തുക വെച്ചാലാണ് ബുദ്ധിമുട്ട്. ഇവിടെ ശ്രീകൃഷ്ണൻ ആവശ്യം, തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് തന്നെ പോയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഏകാന്ത സുഖോപവിഷ്ടം, നല്ല സുഖമായിട്ട്, ചിലപ്പോൾ തീരത്തെ, കടൽ തീരത്താവാം, അല്ലെങ്കിൽ വരാന്തയിൽ കാറ്റും കൊണ്ടിരിക്കുകയൊക്കെ ആവാം, അങ്ങനെയൊക്കെ ഇരിക്കുന്നവനായ കൃഷ്ണനെ പ്രണമ്യ, പ്രണമിച്ചുകൊണ്ട്, ബഭാഷേ, ആ പുരുഷൻ എന്തോ വന്ന് ശ്രീകൃഷ്ണനോട് പറഞ്ഞു. എന്താ പറയണത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിലാണ്. ഒരു തൻ്റെ ദ്വാരപാലകനായിട്ട്, ഒരു ഭടനായിട്ടുള്ള ഒരാളാണ്
ശ്രീകൃഷ്ണനോട് ഉണർത്തിച്ചു എന്നർത്ഥം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അടുത്ത ശ്ലോകങ്ങളിൽ നോക്കാം. ഇന്നത്തെ ഈ 2 ശ്ലോകങ്ങളും നമുക്കൊന്ന് ചൊല്ലി നോക്കാം. നദന്മൃദംഗശ്രുതിശംഖശബ്ദോ നൃത്യം നടോ നിർവൃതചാടുകാര മഹോത്സവോ രാമവിവാഹജന്മ വ്യാജൃംഭതാനന്ദനിമഗ്നലോക ക്രമേണ തസ്മിൻ വിരതിം പ്രയാതേ മഹോത്സവേ മാനിതവിപ്രലോകേ കഥാചിദേകാന്തസുഖോപവിഷ്ടം പ്രണമ്യ കൃഷ്ണം പുരുഷോ ബഭാഷേ. ഇനി പുരുഷൻ്റെ പ്രഭാഷണം നമുക്ക് അല്ലെങ്കിൽ ഭാഷണം നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.